ഹൽവ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു മത്തിക്കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പം മത്തി ഞാനൊരു മല്ലി മുളക് ഇട്ടൊരു ചാറ് കറി അതാണ് വെക്കാൻ പോകുന്നത്. അതിന് ഞാൻ ആവശ്യമായിട്ട് മത്തി എടുത്ത് വെട്ടി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു തക്കാളി, ഒരു മാങ്ങ, കുറച്ച് ഇഞ്ചി. ഇനി പൊടിയേറ്റമൊക്കെ ഞാൻ കാണിക്കാവേ. അപ്പം ഞാൻ അത് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പം നമ്മൾ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണമല്ലോ, മുളകും മല്ലിയൊക്കെ. അതിനുള്ള ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്, നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ നമ്മുടെ ചുമന്നുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാതെ. അപ്പം നമ്മൾ ഇഞ്ചിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടിയൊക്കെ ചേർക്കാതെ. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവേ. ആദ്യം നമുക്ക് എരിവുള്ള മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടേക്കാം. എരിവൊക്കെ വേണം. ഇനി എരിവില്ലാത്ത മുളക് പൊടി അതിടാം നമുക്ക് ഒരു 2 സ്പൂൺ. ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ മതിയേ, നല്ല ഒത്തിരിയായ കൊള്ളത്തിന്. ഈ മഞ്ഞൾപ്പൊടി അതൊരു 1 ടീസ്പൂൺ. ഇത്രയും ഐറ്റമാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമ്മളിത് നല്ലപോലെ ഒന്ന് ചൂടാക്കുക. തീ ഞാൻ കുറച്ച് വെക്കണേ. ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാവേ. അപ്പം നമ്മുടെ അരപ്പൊക്കെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി വെക്കാം. അതിനുള്ള ചട്ടി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ തീ കൊടുത്തിട്ടുണ്ടായിരുന്നു ചട്ടിക്ക്. നമുക്ക് ഇതിലേക്കുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ശകലം മതി ഇനി വെളിച്ചെണ്ണ. നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണല്ലോ ചെയ്ത്. ഇനി നമുക്ക് കുറച്ച് ഇത് എണ്ണയൊന്ന് ചൂടാകുമ്പം കുറച്ച് കറിവേപ്പില ഇടാവേ. കറിവേപ്പില ഇട്ടു. നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കാവേ. ജാറൊന്ന് കഴുകിയെടുക്കട്ടെ. നമുക്ക് ജാറ് കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. നമ്മൾ വറുത്തരച്ച് വെക്കുന്ന പോലെ ഇരിക്കുന്നത്. ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കട്ടെ. അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ചാറിൻ്റെ അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ഉപ്പും നമ്മുടെ മാങ്ങ, പച്ചമുളകൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവേ. പിന്നെ നമുക്ക് പകുതി വേവായി കഴിയുമ്പോൾ നമുക്ക് നോക്കാം. നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക്
നമ്മുടെ പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഞാൻ. നമ്മുടെ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ തക്കാളി ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുവാണേ. പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല. ഇതിന് നല്ല പോലെ നമുക്കൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇതിവിടെ ഇരുന്നൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ അരപ്പ് കണ്ട് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാതെ. ഇനി ഇത് ഇവിടെ ഇരുന്ന് തിളച്ച് വെന്ത് റെഡിയായി വരട്ടെ. നമുക്കിത് അടച്ച് വെക്കാതെ. അപ്പം നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്ന് തിളച്ച് നല്ലപോലെ നല്ല തിളയായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് നോക്കാതെ. നമ്മുടെ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. എന്താ ഇനി നമുക്ക് തീ ഒന്ന് മീൻകറി ഒന്ന് ഇളക്കി കൊടുക്കാതെ. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ. ഇപ്പം നമ്മുടെ കറിയൊക്കെ റെഡിയായെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തിക്കറിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.